അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മയുടെ പ്രായം 72, മകൻ്റെ പ്രായം 39. ഏതെങ്കിലും ഒരു സമുദായത്തിലല്ല, ഒരു മുസ്ലിമീങ്ങൾ മാതൃകയാകേണ്ട ഒരു സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ വളരെ ഭയാനകവും ദുഃഖകരവും വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതേതെങ്കിലും വിദ്യാഭ്യാസമില്ലാത്തവനല്ല, ഒരു ബിരുദധാരിയായ ഒരാൾ സ്വന്തം ഉമ്മയോട് പറയാണ്, നിങ്ങളോട് സ്വകാര്യമായി സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പൊന്നുമകൻ ആഗസ്റ്റ് 1 ഉമ്മയെ കൊണ്ടുപോകുന്നത്. റൂമിൽ കൊണ്ടുപോകുന്നു. പാവം ആ ഉമ്മ വിചാരിച്ചു എന്തോ മകനിക്ക് അത്യാവശ്യമായ കാര്യം പറയാനുണ്ടാകുമെന്നാണ്. പ്രായമൊന്ന് ഓർക്കണം, മകൻ്റെ പ്രായമൊന്ന് നോക്കണം. ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമയായവനല്ല, അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്തവനല്ല. നന്നായി ഉമ്മ പഠിപ്പിച്ച് നല്ല വിദ്യാസമ്പന്നനായ മകനാണ് എൻ്റെ പ്രിയമുള്ളവരെ. എന്നിട്ടോ ആ ഉമ്മയെ വളരെ മോശമായി പെരുമാറി. ഉമ്മ പറഞ്ഞു, മോനെ, നിൻ്റെ ഉമ്മയല്ല ഞാൻ, ഇതെന്താണ് നീ ചെയ്തു കൂട്ടുന്നത്? ഉമ്മയെ കയ്യിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ആയുധങ്ങൾ കാണിച്ചുകൊണ്ട് ഉമ്മയോട് തന്നെ ഉമ്മയുടെ വസ്ത്രങ്ങൾ വ്യവസ്ഥരമാകാൻ പറഞ്ഞ പൊന്നുമകൻ, വൃത്തികെട്ട മകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത്. ആ ഉമ്മയെ 1, 2, 3 തവണ ഇതാവർത്തിച്ചപ്പോഴും ഉമ്മ ഇനി പുറം ലോകം പറഞ്ഞാൽ ഇത് പ്രതിഭാഗത്ത് നിൽക്കുന്നത് മകനാണ്, എങ്ങനെ പറയാൻ പറ്റും? ക്ഷമിച്ചു. അവസാനം ആവർത്തനം കൂടുമ്പോൾ ഉമ്മാക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാണ്, എൻ്റെ മകൾ നന്നാകുന്നത് കാണുന്നില്ല എത്ര ഉപദേശിച്ചാൽ. എന്നാൽ മകൻ വരുമ്പോൾ ഉമ്മാക്ക് പേടിയാണ്. ആ പ്രായമുള്ള ഉമ്മ തൊട്ടടുത്ത തൻ്റെ മകളുടെ വീട്ടിലേക്ക് ഓടുന്ന രംഗം. മകളുടെ വീട്ടിലേക്ക് പോയി മകളോട് നിർവാഹമില്ലാതെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. മകൾ പറഞ്ഞു, ഉമ്മ, ഇത് ഇങ്ങനെ പോയാൽ വീണ്ടും ആവർത്തിക്കും, ഇതിന് കാര്യമായി നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് അവർ പോലീസിനോട് പരാതിയുമായി ഈ വിഷയം ചെന്നു. പരാതിപ്പെട്ടപ്പോൾ മകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്, വല്ലാത്ത ഞെട്ടിപ്പിക്കുന്നതാണ്. വാപ്പ ഉമ്മയെ കൊണ്ട് ഉംറയിലേക്ക് പോയ വാപ്പയെപ്പോലും അവിടെ ഫളീഹത്താക്കിക്കൊണ്ടാണ് ഉമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത്, ഉമ്മയെ ഇങ്ങോട്ട് തിരിക്കണമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? നിൻ്റെ ഉമ്മയല്ലേ, നീ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു മകൻ്റെ മറുപടി. കാരണം പറഞ്ഞതെന്തറിയോ? ഉമ്മ ഞാൻ ചെറുപ്രായമിരിക്കുന്ന സമയത്ത് ഉമ്മ പലരുമായി പല ബന്ധത്തിലേർപ്പെട്ടിരുന്നു, അതിൻ്റെ പ്രതികാരം, അതിനുള്ള ശിക്ഷയാണ് ഞാൻ നൽകിയത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പൊന്നുമക്കൾ അവരുടെ മുമ്പിൽ നാം ചെയ്യുന്ന ചില തിന്മകൾ അവർക്ക് ആ പ്രായത്തിൽ ചിലപ്പോൾ എതിർക്കാനോ അതിനെ വിമർശിക്കാനോ സാധിച്ചെന്ന് വരില്ല. അവർക്ക് തൻ്റെ ഇടമെത്തുമ്പോൾ ചിലപ്പോൾ പ്രതികാരം തീർത്തേക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കൾ പ്രത്യേകിച്ച് മറ്റു സമൂഹത്തിനും സമുദായത്തിനും മാതൃകയാകേണ്ട സമൂഹത്തിനും സമുദായത്തിനും ഇത്രയും ദുഃഖകരമായ വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട്. ആ ഉമ്മയുടെ പ്രായം പോലും മാനിക്കാതെ, ഉമ്മയാണ് എന്നുള്ള ഒരു ചിന്തയുമില്ലാതെ, അതും ഇവനിക്കാണെങ്കിൽ 39 വർഷം പ്രായമാണ്, നല്ല പക്വത ഉള്ള പ്രായമാണ്, എല്ലാ നിലയ്ക്കും തിരിച്ചറിയാനുള്ള സാധിക്കുന്ന പ്രായമാണ്. ആ പൊന്നു ഉപ്പ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉപ്പയോട് പറഞ്ഞത് അങ്ങനെയാണ്, ഉമ്മ വളരെ മോശക്കാരിയാണ്, അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഉമ്മാക്ക് കൊടുത്തത് എന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ സമുദായം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിരന്തരമായി വളരെ മോശം. ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകൾ മാത്രമാണ് പുറത്തറിയുന്നത്. റിപ്പോർട്ട് ചെയ്യാത്ത എത്രയോ വാർത്തകൾ സ്വന്തം പിതാവിൽ നിന്നും പെൺമക്കളും, അങ്ങനെ സ്വന്തം ഉമ്മ സ്വന്തം മക്കളിൽ നിന്നും ഇങ്ങനെ എത്രയോ പീഡനകൾ അനുഭവിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, നാം ഇത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങളെപ്പോലും ഗൗരവത്തോടു കൂടി കണ്ടില്ല എങ്കിൽ, നിസ്സാരമായി കണ്ടാൽ, ചെറുപ്രായത്തിൽ ചെറിയ തെറ്റുകളെപ്പോലും വലിയ പർവ്വതമായി നാം അത് കണ്ടില്ല എങ്കിൽ
ഭാവിയിൽ തീർച്ചയായും ഇത് പല വീട്ടിലും ഓരോ ഉമ്മമാർ വലിയ ദുഃഖത്തിലേക്ക് പോകേണ്ടി വരും. ഈ ഉമ്മ അതായപ്പോൾ ഈ പല വാർത്തകൾ നാം കേട്ടു. സ്വന്തം പ്രതിഭാഗത്ത് വാപ്പയാണ്, ഈ അടുത്ത് 16-കാരിയാണ് ഗർഭിണി എന്നുള്ള വാർത്ത. യാ അല്ലാഹ്, ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് നാം അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മെ കൃത്യമായി കാണുന്നുണ്ട് എന്നുള്ള ബോധം, മക്കൾ നാം തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിപ്പിച്ചാൽ തീർച്ചയായും ആ പൊന്നുമക്കൾ എത്ര വലിയ പ്രായമായാലും ഏത് സമയത്തും അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഓരോ മക്കൾക്ക് നാം ഉണ്ടാക്കി കൊടുക്കണം. അള്ളാഹു കാണുന്നുണ്ടുള്ള ബോധം നമ്മുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്തു തിന്മയും ചെയ്യും. ഇവിടെ പല തിന്മകൾ നിയന്ത്രിക്കുന്നത് ഇവിടെ പോലീസുകാരോ മറ്റുമല്ല, അള്ളാഹുവിനോടുള്ള ആ ഭയഭക്തിയാണ്. പലരും പല തിന്മകൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവരതിനൊക്കെ വിരമിച്ചുകൊണ്ട് തഖ്വയിലായി ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് മരിക്കാനുണ്ടെന്നും മരണശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ നാം ചെയ്ത തിന്മയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശിക്ഷ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള ആ കൃത്യമായ ബോധം നമ്മുടെ മക്കൾക്ക് കൃത്യമായ രീതിയിൽ നമ്മളൊന്ന് കിട്ടിയില്ല എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഭാവിയിൽ നമ്മുടെ മക്കൾ ഏതു തിന്മയ്ക്കും അവർ ഒരു കൂസലുമില്ലാതെ അവർ ചെയ്തു പോകുമെന്നതിന് എത്ര ഉദാഹരണങ്ങളാണ്. കാരണം സ്വന്തം പിതാക്കളുടെ ഭാഗത്തുനിന്ന്, മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഓരോന്നവർ കണ്ടുപിടിക്കുകയാണ്. സ്വന്തം ഉമ്മയിൽ ഞാൻ ഇത്തരത്തിലുള്ള അനുഭവം കണ്ടു എന്ന് ഈ മകൻ പറയുന്നുണ്ട്. ആ അനുഭവത്തിന് എനിക്ക് പ്രതികാരം തീർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതിൻ്റെ പ്രതികാരമാണ് ഞാൻ തീർത്തത് എന്ന് പോലീസുകാരോട് ഈ മകൻ പറയുന്ന ഒരു രംഗം. അപ്പോൾ ആ ഒരു ആ പ്രതികാരം തീർക്കാനുള്ള ഒരു സാഹചര്യം ആ മകന് കിട്ടിയില്ല. അപ്പോൾ എനിക്കിതിപ്പോഴാണ് കിട്ടിയത്, ആ അവസരം ഞാൻ ഉപയോഗിച്ചു എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മകൻ പറയുകയാണെങ്കിൽ എത്രത്തോളം പ്രതികാരമുണ്ടായിരുന്ന ആ ഉമ്മയോട്. ഏതായാലും ഉമ്മമാർ എത്ര വലിയ വ്യഭിചാരിയാണെങ്കിലും ആരാണെങ്കിലും അവർ നമുക്ക് ഉമ്മയാണ്. അവിടെ ഭാഗത്ത് അത്രത്തുള്ള തെറ്റുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ കണ്ടാലോ അവർക്ക് വേണ്ടി, തൗബാക്ക് വേണ്ടി, അവരുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിന് പകരം അതിന് പ്രതികാരം തീർക്കേണ്ടതല്ല. അവിടെ സ്വഭാവം നന്നാകാൻ പ്രാർത്ഥിക്കാമല്ലോ. ഓരോരുത്തൻ്റെ മാനസികാവസ്ഥ എന്ത് നമുക്കറിയില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നല്ല ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമ്മ ഓരോരുത്തർക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകൾ കേട്ടാൽ നമുക്ക് താങ്ങാനും സഹിക്കാനും കഴിയാത്ത വാർത്തകളാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ കുടുംബത്തിന് നോക്ക്, ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ നോക്ക്. സ്വന്തം ഉമ്മ, അതുപോലെ മകൻ, ആ മകൻ്റെ കുടുംബങ്ങൾ മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഫളീഹത്തായിരിക്കുകയാണ്. ആ നാടും ആ കുടുംബവും പറഞ്ഞ് ഞാൻ വീണ്ടും അവരൊരു ഫളീഹത്താക്കാൻ പോകുന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളും ഉഖ്റമീങ്ങളാക്കട്ടെ, മുത്തഖീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.